ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മുഖത്ത് ഒരു സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളൊരു അടിപൊളി ഒരു ക്ലാസിക് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, നമ്മളിന്ന് വന്നിട്ടുള്ളത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ജീപ്പിൻ്റെയും ഒരു ക്ലാസിക് വണ്ടിയാണ്. ഇത് വൺ ഓഫ് ദി ഫസ്റ്റ്, അതായത് ഇന്ത്യൻ വേർഷൻ, ഇന്ത്യയിലത്തെ ആദ്യത്തെ മാനുഫാക്ചർ ചെയ്ത ജീപ്പാണിത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ വാഹനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ നമുക്ക് ചാസിയിൽ കാണാൻ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ജീപ്പ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആണ്. അതായത് ജീപ്പും അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കൂടിയും കൊളാബറേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഒരു വാഹനമാണ്. എന്താ പറയുക, ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ട്രഡീഷണൽ ഒരു ഭയങ്കര ഒരു ഫിയറി ലുക്കാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ഗ്രീനിഷ് കളറാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് കാണുന്നത്, ചിലപ്പോൾ ബ്ലൂ ആയിട്ടാവും ക്യാമറയിൽ കാണുന്നത്, പക്ഷേ ഒരു ഗ്രീൻ, ഒരു ലൈറ്റ്, ഡാർക്കും ലൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. മുകളിൽ നമുക്ക് റെഡ് കളറിലൊരു ഡുവൽ ടോൺ ഷെയ്ഡിലാണിത് ആക്ച്വലി കസ്റ്റമൈസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി 1970 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 1968 വരെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. പിന്നെ 1969 അവർ എന്തൊക്കെ നോംസും കണ്ടീഷൻസൊക്കെ വന്ന കാരണം തന്നെ അവർ റൈറ്റ് ഹാൻഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്ത്യൻ വേർഷൻ ഓഫ് ദി വിലീസ് ജീപ്പാണ് ഇത്. ജീപ്പിൻ്റെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര മാനുഫാക്ചർ ചെയ്ത വാഹനം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വശം നോക്കുകയാണെങ്കിൽ കാണാം, ഒബ്വിയസ്ലി ഹാലജൻ ഹെഡ് ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഇത് പാർക്ക് ലൈറ്റ്സ് ആണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ പാർക്ക് ലൈറ്റ് ഇതാണ്, ഇത് രണ്ടും വരുന്നത്. പിന്നെ ഹെഡ് ലാമ്പ് ഇതാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എവിടെ ഞാൻ നോക്കി, പിന്നെ ഒന്നുകൂടിയും സ്വിച്ച് ഓൺ ചെയ്തിട്ട് പ്ലാന് മനസ്സിലായി നമ്മുടെ പാർക്ക് ലൈറ്റും ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഒന്നാണ്. അതെ, നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളിലെ LED DRലും അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഏകദേശം ഒരേ ഇതിൽ തന്നെയാണല്ലോ വരുന്നത്, ഒരേ സെറ്റപ്പിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെയാണ് ഈ വാഹനത്തിലും വരുന്നത്. പിന്നെ ഇത് 4x4 ഓഫ് റോഡ് സ്പെക്ക് വണ്ടിയാണ്. ഇതിൻ്റെ വീലിൻ്റെ സൈസ് എത്രയാണ് നമുക്ക് നോക്കാം. എവിടെയാണ് എഴുതിയിട്ടുള്ളത്? ഇവിടെ അല്ലേ? 16 ഇഞ്ച് വീൽസാണ് ഈ വാഹനത്തിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു റെട്രോ ലുക്കാണ് കേട്ടോ വീൽ വരുന്നത്. പിന്നെ ഓഫ് റോഡ് സ്പെക്ക് വീൽസാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു സ്ലാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റേഡിയേറ്റർ ഗ്രില്ലിൻ്റെ സ്ലാറ്റ് 1 2 3 4 5 6 7 സ്ലാറ്റ് ഗ്രില്ലാണ് വരുന്നത്. പിന്നെ ജീപ്പിനുള്ളൊരു ബാഡ്ജിങ്ങിൻ്റെ പകരം ഒരു സ്കൾപ്ചർ പോലെ സ്കൾപ്റ്റ് ചെയ്തിട്ടാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഇത് ഒറിജിനൽ വണ്ടിയാണ്. പിന്നെ നമ്മുടെ എൻജിൻ ബോണ്ട് ഇതാണ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ് എൻജിൻ വരുന്നത്. ഇത് ആക്ച്വലി ഹ്യൂറിക്കേൻ്റെ പെട്രോൾ എൻജിനാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് തുറക്കണം, ആരെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഞാൻ വീഡിയോ പാൻ ഷോട്ട് ഇട്ട് കാണിച്ചാലും ഇങ്ങനെയാണ് വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാം ഈ ഒരു ഏരിയയിൽ ഒരു തുണി പോലത്തെ ഒരു സംഭവം ആക്ച്വലി ആണി അടിച്ച് വെച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടികളുടെ മറ്റേ ഒരു തെർമൽ പോലെ ഒരു സോഫ്റ്റ് കവറിങ് ഫ്രണ്ടിൻ്റെ ഒരു ബോണറ്റിൻ്റെ അടിഭാഗത്ത് ഉണ്ടാവുമല്ലോ, അതേപോലെയാണ് ഇതിൽ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കുമ്പോൾ സ്മൂത്തായിട്ട് അടയാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ വാഹനം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ റോഡ് കൂടെ ഓടുമ്പോൾ ജിറ്റർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അധികം സൗണ്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു, നിങ്ങൾക്ക് കാണാമല്ലോ, ചെറിയൊരു തുണിയുടെ ഒരു പീസ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. കട്ടിയുള്ളൊരു തുണിയുടെ പീസാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്ക് റബ്ബറിൻ്റെ ബുഷ് കാണാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ അത് ഇവിടെ വന്നിട്ടാണ് ഇരിക്കുക. ഇത് ഫുൾ ഒരു എന്താ പറയുക 90 ഡിഗ്രി, മോർ ദാൻ 90 ഡിഗ്രി ഒരു അക്യൂട്ട് ആംഗിളിലാണ് ഇത് ആക്ച്വലി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലേക്കൊന്നും ഒരു എഫക്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം വരുന്നത്. പിന്നെ നമുക്ക് മുകളിൽ ഒരു തുണിയുടെ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്, അത് മെറ്റീരിയൽ വരുന്നത്. പിന്നെ നമുക്ക് 2 വൈപ്പേഴ്സാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് ആക്ച്വലി ഓപ്പണബിൾ വിൻഡോ അല്ല, ഫ്രണ്ട് വൈസറല്ല, ഫ്രണ്ടത്തെ ഗ്ലാസ്സാണ്. അപ്പോൾ നമുക്കത് തുറക്കാൻ പറ്റും ആക്ച്വലി. പിന്നെ നമുക്ക് സൈഡ് മിറേഴ്സ് ഉണ്ട്, ഒരു ക്ലാസി ലുക്കാണ്, വട്ടത്തിലുള്ള സൈഡ് മിറേഴ്സ്. പിന്നെ നമുക്ക് ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട്. അതിൽ തന്നെ നമുക്ക് കുറച്ച് ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ആക്സിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹോൾ എന്തിനാണെന്നറിയോ, നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ കേസ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി വീക്കായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വർക്കാൻ വേണ്ടിയിരുന്നാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് തിരിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് വൺ ഓഫ് ദി വേ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് കീ ഇട്ടിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ്ലി ലീവ് സസ്പെൻഷനാണ് വരുന്നത് ഈ വാഹനത്തിൽ. പിന്നെ ഇതിൻ്റെ കണ്ടോ മെക്കാനിസം കണ്ടോ, അത് ഫുള്ളായിട്ട് നമുക്ക് നേക്കഡായിട്ട് എല്ലാം അതിൻ്റെ മെക്കാനിസം സുഖമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഫ്രണ്ടിൽ ഈ ഒരു എന്താ പറയുക, ഒരു ബമ്പറിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ട് നമുക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ അതിൽ പറ്റും. പിന്നെ നിന്നിട്ട് മറ്റേ ബോണറ്റിൻ്റെ ഏരിയയിലേക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. പിന്നെ ചെറിയൊരു ഹുക്ക് പോലെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമുക്കിവിടെ സദേൺ ഇന്ത്യ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഓണർ സദേൺ ഇന്ത്യയിലെ ക്ലാസിക് വിൻറ്റേജ് വെഹിക്കിൾസിൻ്റെ ഒരു ക്ലബ്ബിലെ മെമ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഏരിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ നിൽക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ഒരു ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കാലിന് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 സ്തംഭങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കയറാനും പിന്നെ അതൊരു ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു എന്താ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പിടിക്കാനായിരിക്കും, കാരണം എന്താണെന്ന് വെച്ചാൽ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് കൈകൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് പിന്നത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് പിന്നെയും കുറേ ഹുക്സ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ടാർപോളിനോ അല്ലെങ്കിൽ ഒരു കവർ കൊണ്ട് കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആവാം. അതുപോലെ തന്നെ കയറ് കെട്ടാനോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സെറ്റപ്പ് ആവാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെയിൻ പോലത്തെ സംഭവം വരുന്നുണ്ട്. ഇത് ആക്ച്വലി സ്റ്റോറേജ് സ്പേസ് ആണ്, നമ്മുടെ പെട്രോൾ ക്യാൻ വരാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ നമുക്ക് സ്പെയർ വീൽ ഇവിടെ കാണാം, വിച്ച് ഗീവ്സ് ദി പ്രോപ്പർ ഓഫ് റോഡ് ലുക്ക്. അഗൈൻ ഇവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാം. അഗൈൻ കയറിയിട്ട് എന്തെങ്കിലും മുകളിലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സംഭവം. പിന്നെ ഇവിടെ നമുക്ക് കെട്ടി വലിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമും കൊടുത്തിട്ടുണ്ട്, ഇൻ കേസ് വേറെ വണ്ടികളൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ പണ്ടത്തെ ഒരു നമ്പർ പ്ലേറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്, KLV 3144. പിന്നെ അഗൈൻ ഇവിടെ ഒരു ചെറിയൊരു ഹോൾഡർ പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സും ഹാലജൻ ടെയിൽ ലാംപ്സും. പിന്നെ ഈ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല. നമുക്ക് റെയർ റിഫ്ലക്റ്റേഴ്സും കാണാം. ഇത് പിന്നത്തെ റിവേഴ്സ് ലൈറ്റ്സ് ആണ്. പിന്നിലും നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു തുണിയുടെ ഒരു റെട്രോ ലുക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സംഭവം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ആക്ച്വലി തുറക്കാൻ പറ്റും, കണ്ടോ. അപ്പോൾ എയർ ഫ്ലോ ഒന്നുകൂടി വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാർ പോലെ കേജ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇൻറ്റീരിയേഴ്സിലേക്ക് കയറിയിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഒരു ഭയങ്കര രസമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല എന്താ പറയുക ഒരു ഫണ്ണാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിന്നെ സീറ്റ് അഡ്ജസ്റ്റർ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, കാരണം ഇത് അങ്ങനത്തെ ഒരു വാഹനമാണല്ലോ. അത് സ്റ്റീറിങ് വളരെ വലിയൊരു സ്റ്റീറിങ് ആണ് കേട്ടോ, ബസ്സിൻ്റെ പോലത്തെ ഒരു സ്റ്റീറിങ് ആണ്. നിങ്ങൾക്ക് ക്യാമറയിൽ ഫുൾ കവറായി കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതാ ഇത്രയും വലിയ സ്റ്റീറിങ് ആണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഹോൺ ഇവിടെയാണ് വരുന്നത്. ഇതാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി നമ്മുടെ സ്പീഡോമീറ്റർ ആണ്. ഇത് ഫ്യൂൽ ഗോജും അതുപോലെ തന്നെ ഇത് എൻജിൻ ടെമ്പറേച്ചർ മീറ്ററാണ് വരുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഓഫായിട്ട് നിർത്തിയപ്പോൾ 50 ഡിഗ്രി അറൗണ്ട് ആയിരുന്നു. ഇതിപ്പോൾ 40-ലേക്കായി. ഇനി വാഹനം കൂടുതൽ കൂളായിക്കൊണ്ടിരിക്കുമ്പോൾ അത് വീണു താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ കംപ്ലീറ്റ് ഡിജിറ്റലാണല്ലോ ഹോട്ട് ആൻഡ് കോൾഡ് വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് പണ്ടത്തെ വണ്ടികൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ റവ് ചെയ്യുമ്പോൾ എഞ്ചിൻ കൂടുതൽ ചൂടാകുമ്പോൾ ചിലപ്പോൾ 60-80 അതുവരെയൊക്കെ എത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആക്ച്വലി വാഹനത്തിൻ്റെ കീ വരുന്നത്. കണ്ടോ, ഇപ്പോഴത്തെ വണ്ടികൾ പോലെ ഒന്നുമല്ല. ഇത് ക്യൂട്ടൊക്കെ നമ്മുടെ വീട്ടിലത്തെ കീ പോലെയൊക്കെയാണ്. നല്ല എന്താ പറയുക ഒരു ക്ലാസിക് വണ്ടികൾക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ക്യൂട്ട് ടച്ചാണ് വരുന്നത്. പിന്നെ ഇത് ആക്ച്വലി വൈപ്പറിൻ്റെ സ്വിച്ചസ് ആണ് വരുന്നത്. നമ്മൾ പുള്ളി ചെയ്താൽ വൈപ്പർ ഓണാവും. ഇത് ഫങ്ഷനിങ് എന്തിൻ്റെയാണെന്ന് ഡൗട്ടാണ്. ഇത് ഹെഡ് ലാമ്പിൻ്റെ ഫങ്ഷനിങ്, അതായത് ഇത് ജസ്റ്റ് പാർക്ക് ലൈറ്റ്, ഇത് കംപ്ലീറ്റ്ലി ഫുൾ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഞാൻ പുറത്ത് പോയിട്ട് കാണിച്ചു തരാം. ഇത് ലൈറ്റിൻ്റെ ഫംഗ്ഷൻ, അതായത് ലൈറ്റ് ഓൺ ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആണെങ്കിൽ ഇത് എഞ്ചിൻ ലൈറ്റ്. ബാറ്ററി മാൽ ഫംഗ്ഷനിങ് വർക്ക് ആവുകയാണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ളൊരു ലൈറ്റാണ് ഇത് വരുന്നത്. പിന്നെ ഇത് അഗൈൻ ലെഫ്റ്റ് വൈപ്പറിന് വേണ്ടിയിട്ട്. റൈറ്റ് വൈപ്പറും ലെഫ്റ്റ് വൈപ്പറും സെപ്പറേറ്റ്ലിയാണ് നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇത് ലെഫ്റ്റ് വൈപ്പറിൻ്റെ ബട്ടണാണ്, ഇത് റൈറ്റ് വൈപ്പറിൻ്റെ. ഇത് പിന്നെ നമ്മൾ ചോക്ക് ആണ്, അത് ആക്ച്വലി കോൾഡ് സ്റ്റാർട്ട്, വാഹനം തണുത്തിരിക്കുമ്പോഴൊക്കെ ഇൻ കേസ് തണുത്ത കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഇത് ഓൾഡ് വാഹനമായ കാരണം തന്നെ ചിലപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഇഷ്യൂ വരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, അന്നത്തെ കാലത്ത് പോലെ ഒരു റീഡിംഗ് ലാമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. എന്താ ഇപ്പോൾ കത്താത്തതെന്ന് വെച്ചാൽ ഈ ഒരു കീയിൽ 3 സിസ്റ്റം ആക്ച്വലി വരുന്നുണ്ട്. ഇപ്പോൾ ഓഫാണ്, ജസ്റ്റ് നമുക്ക് കീ ഇടാനുള്ള ഒരു ഓപ്ഷനാണല്ലോ. ഇനി എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഓണാവും, അതായത് ബാറ്ററി മാത്രം ഓണാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഓണാക്കി കഴിഞ്ഞാൽ അതാ ലൈറ്റ് കത്തുന്നുണ്ടോ, യെസ്, അങ്ങനെ ലൈറ്റ് കത്തും. അതല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇത് മിഡിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ആക്കിയ ബാറ്ററിയും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള പവറും ഒന്നിച്ച് വരും. അപ്പോൾ നമ്മളിപ്പോൾ വാഹനം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചുതരാം. അറിയാം, ക്ലച്ചാണ് വരുന്നത്. ഇത് ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്ററും. പിന്നെ ഇത് ആക്ച്വലി 4x4 ഗിയർസ് ആണ് വരുന്നത്. ഇപ്പോൾ വാഹനം ന്യൂട്രലാണ്. 3 ഗിയർസ് ആണ് വരുന്നത്, 1, 2, 3. പിന്നെ ഒരു റിവേഴ്സ് ഗിയറും. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര സൈലൻ്റ് ആണ് കേട്ടോ. അത്രയും എന്താ ഒരു നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. പെട്രോൾ വണ്ടിയാണ്. പിന്നെ
എനിക്കൊരു കാര്യം എന്താ പറയണമെന്ന് വെച്ച് നമ്മുടെ എന്താ പറയുക പണ്ടത്തെ വാഹനങ്ങൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ ഡീസലാണ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ ഇൻ ട്രൂത്ത് പറയാൻ, അതായത് ഒരു എന്താ പറയുക ഇൻ റിയാലിറ്റി പറയുകയാണെങ്കിൽ കൂടുതൽ നമ്മുടെ എന്താ പറയുക പെട്രോൾ വണ്ടികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര സൈലൻ്റ് ആണ്. ആക്ച്വലി ഓണർ പറയായിരുന്നു ഒരു EV പോലെ ഉണ്ടല്ലോ, അത്രയും സൗണ്ട് ഭയങ്കര സ്മൂത്താണ്, നമുക്ക് അറിയേ പോലുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജിൻ റവ് ചെയ്ത് നോക്കാം. പക്ഷേ ഭയങ്കര ഒന്ന് പുലിക്കുട്ടി ഇങ്ങനെ കടന്ന് എന്ന് പറയണ പോലെയാണ് കേട്ടോ. പിന്നെ ആകെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈപ്പറും പിന്നെ ഇവിടെ സൈഡ് മിഡിൽ റെയർ വ്യൂ മിററാണ് വരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ വെച്ചത് വൈപ്പറിൻ്റെ സംഭവമാണത്. വൈപ്പർ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ വൈപ്പർ ഓൺ ആവും. ഇനി നമുക്ക് ലൈറ്റിൻ്റെ കാര്യമല്ലേ, ഞാൻ എന്താ ജസ്റ്റ് ഫുൾ ലൈറ്റ് ഓൺ ആക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ലൈറ്റിൻ്റെ സംഭവങ്ങൾ വർക്കാവുന്നത്. ഇതാണ് ഹെഡ് ലാംപ്സ് വരുന്നത്, അതുപോലെ തന്നെ പാർക്ക് ലൈറ്റ്സും, അതുപോലെ തന്നെ ഇത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൂടിയാണ്. അപ്പോൾ ഞാൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഇത് ഇൻഡിക്കേറ്റർ ഇട്ടാൽ കണ്ടോ മിന്നുന്നത് കണ്ടോ. അപ്പോൾ ഞാൻ പാർക്ക് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണത് പ്രോപ്പർലി വർക്ക് ആവുന്നതെന്ന്. കണ്ടോ, എന്തുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി ഓഫ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ടും പറയുകയാണെങ്കിൽ ഈ ഒരു കണ്ടോ ഇങ്ങനത്തെ ഒരു ബട്ടൺസൊക്കെയാണ് ഇപ്പോഴും ഒരു ലെജൻഡറി എന്ന് പറഞ്ഞാൽ. അതർ ദാൻ ദീസ് ഡേയ്സ് എല്ലാ വണ്ടികളും നോക്കിയാൽ ടച്ച് സ്ക്രീൻ AC പോലും ഓണാക്കാൻ വേണ്ടിയിട്ട് ടച്ച് സ്ക്രീനാണ് വരുന്നത്. ആ ഒരു കാലഘട്ടത്ത് ഇതൊക്കെ ഓടിക്കുക പറഞ്ഞാൽ ഇതിലും വലിയൊരു ലെജൻഡറി കാര്യം വേറെ ഒന്നുമില്ല. മാസല്ലേ. അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഹോണിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഇൻഡിക്കേറ്റർ ഓണാണ്. നമുക്ക് ഹോണൊന്ന് ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ലൗഡ് ഹോണാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ ഉഷാൽ AC എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുക്കുന്നത് ചിലപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ബ്രാൻഡായിരിക്കാം, അതെനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ജീപ്പിൻ്റെ എല്ലാ ബ്രാൻഡിങ്ങും ഇവിടെ കാണാം. ജീപ്പ് മഹീന്ദ്ര, മാനുഫാക്ചർഡ് ബൈ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജീപ്പ് ലിമിറ്റഡ്. പിന്നെ മോഡൽ CJ3B പറഞ്ഞ മോഡലാണ്, 4-wheel ഡ്രൈവ് ആണ്, 4x4 നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ട്രാൻസ്മിഷൻ മാനുവൽ, റിവേഴ്സ് 2-1-3. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെയല്ല, ഇങ്ങോട്ടാക്കിയിട്ട് നേരെ ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ്, പിന്നെ 1-2-3 അങ്ങനെയാണ് വരുന്നത്. 4 മോഡ്സാണ് വരുന്നത്. ഇതിപ്പോൾ ന്യൂട്രലാണ് വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വലി വരുന്നത്. പിന്നെ ബോംബെ, കൽക്കട്ട, ഡൽഹി, മദ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ ഒരു കാലഘട്ടത്തിൽ ഒരു സെറ്റ് വണ്ടിയായിരുന്നു ഇത്. പിന്നെന്താ പറയണ്ടേ, ഇത് ആക്ച്വലി അവർ ഗവൺമെൻറ്റിന് ഓപ്ഷൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു ഇത് ആക്ച്വലി. അപ്പോൾ അവർ ഓപ്ഷന് കിട്ടിയിട്ട് വാഹനം വാങ്ങിയതാണ്. അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമ്മൾ ഇനിയും കൂടുതൽ ക്ലാസിക് ആളുടെ അടുത്ത് ശരിക്കും കുറേ കളക്ഷൻസ് ഉണ്ട് അത്ര കേട്ടോ. അപ്പോൾ കൂടുതൽ ക്ലാസിക് വിൻറ്റേജ് കാർസ് നമ്മൾ ഇനിയും റിവ്യൂ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റിവ്യൂസ് വരുന്നത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അതുവരെയും കാണുന്നത് പ്രേക്ഷയിൽ. ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. താങ്ക് യു സോ മച്ച്.